ചെമ്പകശ്ശേരിയിലെ വെടിവെപ്പിന് പിന്നിൽ വൺവേ പ്രണയത്തിന്റെ നിരാശ. വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത് കൊല്ലത്തെ ഒരു മെഡിക്കൽ കോളേജിൽ PRO ആയിരുന്നു. ഇവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് ദീപ്തി മോൾ ജോസ്. അന്ന് സുജിത്തുമായി ബന്ധമുണ്ടാക്കാൻ ദീപ്തി ശ്രമിച്ചിരുന്നു. എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും സുജിത്ത് അവരുമായി അതിരുവിട്ട സൗഹൃദത്തിന് പോയില്ല. ഇതിനൊപ്പം ഇക്കാര്യമെല്ലാം ഭാര്യയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലത്തെ PRO ആയിരുന്ന സുജിത്ത് മാലിദ്വീപിൽ ജോലിക്ക് പോയത്. യഥാർത്ഥത്തിൽ ഇത് ദീപ്തി ഡോക്ടറുടെ ശല്യം ഒഴിവാക്കാനായിരുന്നു. പിന്നീട് ദീപ്തി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറി. കൊല്ലത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു ഇതും. ഇവിടെ നിന്നാണ് ദീപ്തി ഡോക്ടറെ പോലീസ് പൊക്കിയത്. സംഭവം അറിഞ്ഞതോടെ മെഡിക്കൽ കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡോക്ടറുടെ വിവരങ്ങൾ പോലും നീക്കി. ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ്. അറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് ദീപ്തിയുടെ കുടുംബവും ഞെട്ടലിലാണ്. കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറിച്ച് ചെമ്പകശ്ശേരിയിലെ വീട്ടിലെത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ ദീപ്തി മോൾ ജോസ് പിടിയിലായി. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പൾമനോളജിസ്റ്റായ ദീപ്തി അതിവിദഗ്ധമായാണ് കരിക്കുകൾ നീക്കിയത്. ചെമ്പകശ്ശേരിയിലുണ്ടായ വെടിവെപ്പ് ദിവസം തന്നെ പോലീസ് യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞു. എന്നാൽ ആറ്റിങ്ങൽക്കാരിയാണ് അക്രമിയെന്ന പൊതുചിത്രം പരത്തി. ഇതോടെ താൻ രക്ഷപ്പെട്ടുവെന്ന് പ്രതി കരുതി. എന്നാൽ പ്രതിയുടെ ഇന്റർനെറ്റ് ഹിസ്റ്ററി അടക്കം പരിശോധിച്ച് എയർഗൺ വാങ്ങിയത് ഓൺലൈനിലാണെന്നും മനസ്സിലാക്കി. ഡോക്ടറുടെ ഓൺലൈൻ വെടിവെച്ചു പഠിത്തവും തിരിച്ചറിഞ്ഞു. തോക്ക് കൈമാറിയ ഡെലിവറി ബോയെ കണ്ടെത്തി, മൊഴിയും രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് ഡോക്ടറെ അകത്താക്കിയത്. പിന്നിൽ ഗൂഢാലോചനയും പോലീസിന് പിടികിട്ടിയിരുന്നു. ഇതിനിടയിലാണ് മാലിയിൽ നിന്നും സജിത്ത് തിരിച്ചെത്തിയത്. നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന ഷിനിയെയും പോലീസ് തിങ്കളാഴ്ച തന്നെ അറിയിച്ചിരുന്നു. യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഡോക്ടർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പറിൽ വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങി. യൂട്യൂബ് നോക്കി പിസ്റ്റൽ ഉപയോഗിക്കാൻ പരിശീലിച്ചു. തൊട്ടടുത്തു നിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന ധാരണയിലാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന വഞ്ചിയൂരിലെ വീട്ടിലെത്തിയത്. സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ അറിയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഈ വീട്ടുപരിസരത്ത് ഡോക്ടർ എത്തിയിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നിർവഹിച്ച് അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളയുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത്. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ലെന്ന് കരുതി വീട്ടിലേക്ക് പോയി. പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി. ഇതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.